ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ ഹിസ്റ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ 5 ഘട്ടങ്ങളിലായിട്ട് 10 ജില്ലകളുമായിട്ട് ചോദിച്ചിരിക്കുന്ന ബയോളജിയുടെ പോർഷനാണ്. ബയോളജി, അതായത് നമുക്ക് പൊതുജനാരോഗ്യം, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏകദേശം ഒരു 40 ഒരു പരീക്ഷയ്ക്ക് 8ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് 6 മാർക്കാണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും 8ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണെന്ന്. അടുത്ത 2 ഘട്ടമുള്ളവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ടേ പോകാവുള്ളൂ. അതുമാത്രമല്ല, അടുത്തൊരു 8-ാം തീയതി നമുക്കൊരു 10th മെയിൻസ് വരുന്നുണ്ട്. ആ എക്സാംസ് ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടേ പോകാവൂ. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. ഇത് 94/2024 ട്രിവാൻഡ്രത്തിലെ ക്വസ്റ്റ്യനാണ്. ഈ തന്നിരിക്കുന്ന എല്ലാം വരുന്നത്. നോക്കിക്കേ, സ്നായുക്കൾ, രക്തം, തരുണാസ്ഥി, ടെൻഡനുകൾ. എന്താണ് ഇവിടെ? എന്താണ്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡനുകൾ എന്ന് പറയുന്നത്. പേശി, അസ്ഥി. ഇനി അസ്ഥികളെ തമ്മിലാണെങ്കിലോ, അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിലോ എന്ന് പറയുന്നത് എന്താണ്? അത് സ്നായുക്കളാണ് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്താണ് യോജകകല? യോജകകല എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതോ അവയ്ക്ക് താങ്ങായി നിൽക്കുന്നതുമായ കലകളെയാണ് നമ്മൾ യോജകകല എന്ന് പറയുന്നത്. എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുന്നതോ. ഏതൊക്കെയാണ് നമുക്ക് ഉള്ള യോജക കലകൾ? ഒന്ന്, നമ്മുടെ അസ്ഥിയുണ്ട്. അതേപോലെ തന്നെ തരുണാസ്ഥിയുണ്ട്. അസ്ഥി, തരുണാസ്ഥി. പിന്നെയുള്ളത് നാരുകലകൾ, പിന്നെയുള്ളത് രക്തം. ഇവയാണ് നമുക്ക് യോജക കലകളായിട്ടുള്ളത്. ഈ അസ്ഥിയും തരുണാസ്ഥിയുമാണ് എന്ത്? താങ്ങായി നിലനിൽക്കുന്നത്. ഇനി നാരുകല എന്താണ്? ഇതര കലകളെ അവിടെ എന്താണ് ഉറപ്പിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് നാരുകല എന്ന് പറയുന്നത്. രക്തം എന്താണ്? രക്തം പദാർത്ഥ സംവഹനത്തിനാണ് രക്തമുള്ളത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, എന്താണ് ദ്രാവക രൂപത്തിലുള്ള യോജക കലയാണ് എന്ത്? നമ്മുടെ രക്തം എന്ന് പറയുന്നത്. അല്ലേ? ഓക്കെ, പദാർത്ഥ സംവഹനം, അതേപോലെ തന്നെ രോഗപ്രതിരോധവും ഒക്കെ എന്തിൻ്റെ കർമ്മമാണ്? രക്തത്തിൻ്റെ. അപ്പോൾ രക്തം എന്താണ്? ഒരു യോജക കലയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്കറിയാം എന്താണ് ഇപ്പോൾ പറഞ്ഞു, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകളാണെന്നും അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കളാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കണ്ണ്, അതേപോലെ തന്നെ വൃക്ക എന്നിവയ്ക്ക് യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തണ്ടേ? അവയാണ് എന്ത്? നാരുകല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളെയാണ് നമ്മൾ യോജക കല എന്ന് പറയുന്നത്. എന്താണ്? ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് എന്താ? വള്ളിക്കുന്ന് കടലുണ്ടി, അല്ലേ? കടലുണ്ടി റിസർവ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവാണ്. അതായത് നമുക്കറിയാം, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് 2ആയിട്ടാണ് തിരിക്കുന്നത് മെയിനായിട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻസിറ്റു കൺസർവേഷനുമുണ്ട്, അതേപോലെ തന്നെ എക്സിറ്റു കൺസർവേഷനുമുണ്ട്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അതിന് മലയാളവും കൂടി പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ പരീക്ഷയ്ക്ക് മലയാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൽസ്ഥല സംരക്ഷണം. എക്സിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിർസ്ഥല സംരക്ഷണം. തൽസ്ഥല സംരക്ഷണം എന്ന് പറഞ്ഞാൽ അവരെവിടെയാണോ അവർ ജീവിച്ചിട്ടിരുന്നത്, നമ്മുടെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, നാഷണൽ പാർക്ക്, പിന്നെ എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്, പിന്നെ കാവുകൾ, അതേപോലെ ബയോസ്ഫിയർ റിസർവുകൾ, അതേപോലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ഇവയെല്ലാം എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. ചോദിക്കാൻ ചിലപ്പോൾ തന്നിരിക്കുന്നതിൽ ഒരു 4 എണ്ണം തന്നിട്ട് അതിൽ ഓഡ് വൺ ഔട്ടായിട്ട് ചോദിക്കാം. എക്സിറ്റും ഇൻസിറ്റും കൂടി കമ്പൈൻ ചെയ്ത് തരാം. അല്ലെങ്കിൽ കുറേ ലിസ്റ്റ് ഓഫ് പെയർ തന്നിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. ഇതിലേതൊക്കെയാണ് ഇൻസിറ്റു അല്ലെങ്കിൽ എക്സിറ്റു എന്ന് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടും കൂടി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസിറ്റു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അവരെവിടെയാണോ ജീവിച്ചത്, അവരുടെ ഒറിജിനൽ ഹാബിറ്റാറ്റ് എവിടെയാണോ അവരവിടെ തന്നെ സംരക്ഷിക്കുന്നതിനാണ്. എക്സിറ്റു എന്ന് പറഞ്ഞാൽ എന്താ? അവരെ എക്സിറ്റ് അടിച്ചു, അവരടിച്ച് പുറത്താക്കി അവിടെ നിന്ന്. എന്നിട്ട് അവരെന്ത് ചെയ്തു? വേറൊരു സ്ഥലത്ത് കൊണ്ടേ നമ്മൾ ഇത് ചെയ്യുവാണ്. അതാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. നമ്മൾ സൂ എന്നൊക്കെ പറയത്തില്ലേ? ഓട്ടോമാറ്റിക് അവർ ജീവിക്കുന്ന സ്ഥലമാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്തു? അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളവർ വേറൊരു സ്ഥലത്ത് കൊണ്ടേ. അതേപോലെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ, ഇതൊക്കെ എന്താണ്? ഇൻസിറ്റു എക്സിറ്റുവിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇൻസിറ്റു ഉണ്ട്, എക്സിറ്റു ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് എപ്പോഴും ചോദിക്കുന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് നമ്മുടെ
പാലോട്, തിരുവനന്തപുരം ജില്ലയിലെ പാലോടിലാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി അറിയുക നോക്കിക്കേ, ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതേതാണ്? ഇടവക എവിടെയാണ്? വയനാട് ജില്ലയിലെ ഇടവകയിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ് എന്ത്? രക്തം. നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ എന്താണ് യോജക കലയെന്നും എന്തൊക്കെയാണ് അതിന് ഉദാഹരണങ്ങളെന്നും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നോക്കിക്കേ, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയ. അപ്പോൾ നമുക്ക് ചോദിക്കാം, മനുഷ്യരിൽ ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വിഷവസ്തു എന്താണെന്ന് ചോദിക്കാം. അതെന്താണ്? അമോണിയയാണ്. അതിനെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് എന്ത്? കരളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി കരളിന് എന്തൊക്കെയാണ്? 1500 ഗ്രാമോളം ഭാരമുണ്ട്. കരളിനെ പറ്റിയുള്ള പഠനമാണെന്ത്? ഹെപ്പറ്റോളജി എന്നാൽ കരളിനെ പറ്റിയുള്ള പഠനമാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു. PSCയുടെ ചോദിച്ച് തഴക്കവും പഴക്കവും വന്നൊരു ക്വസ്റ്റ്യനാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാലയാണ് എന്ത്? കരളെന്ന് പറയുന്നത്. ഇനി കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ്? കരളിൽ അടിയുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ എയും കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ കെയുമാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞു അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റൂ എന്ന് പറഞ്ഞു. ഈ പ്രവർത്തനം അറിയപ്പെടുന്നതാണ് ഓർണിത്തൈൻ പരിവൃത്തി അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ എന്നൊക്കെ പറയും. അതായത് അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ നമുക്കറിയാം ത്വക്കാണെന്നറിയാം. പക്ഷേ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാലോ? ത്വക്ക് നമുക്കറിയാം, അത് പുറമെയാണല്ലേ. ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ അത് നമ്മുടെ കരളാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും എന്താണ്? അതും കരളാണ്. ഇനി നമ്മുടെ ഇരുമ്പ് സംഭരിക്കുന്ന എവിടെയാണ്? ഇരുമ്പിൻ്റെ സംഭരണം എവിടെയാണ്? അത് കരളിലാണ്. അതേപോലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കരളാണ്. നമ്മുടെ കൂടുതൽ കൊഴുപ്പടിയുന്ന എവിടെയാണ്? അത് കരളിലാണ്. അതേപോലെ തന്നെ സസ്യങ്ങളിലെ ബീറ്റാ കരോട്ടിനെ കരളിൽ വെച്ചിട്ടാണ് എന്താക്കി മാറ്റുന്നത്? വൈറ്റമിൻ എ ആക്കി മാറ്റുന്നത്. അപ്പോൾ ചോദിക്കാം, സസ്യങ്ങളിലെ ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണത്? കരളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുതിർന്നവരിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ മുതിർന്നവരിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. അതായത് അവരുടെ വളർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവരുടെ മുഖവും താടിയെല്ലും ഒക്കെ അകാരണമായിട്ട് വളരാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ അക്രോമെഗലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ ഇതിപ്പോൾ മുതിർന്ന വ്യക്തികൾ, അതായത് അവരുടെ വളർച്ചയൊക്കെ പൂർത്തിയായി. ഇനി ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് ഭീമാകാരത്വമായിട്ട് മാറും. വളർച്ച ഭയങ്കരമായിട്ട്, അതായത് വളർച്ചയുടെ ഘട്ടമാണ്. ആ സമയത്ത് സൊമാറ്റോട്രോപ്പിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരങ്ങ് വളർന്ന് ഭയങ്കരമായിട്ട് വലുതാവും. അതിനെയാണ് നമ്മൾ ഭീമാകാരത്വം എന്ന് പറയുന്നത്. എങ്കിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവങ്ങ് കുറഞ്ഞു പോയിട്ട് വളർച്ച മുരടിച്ചു പോകുമ്പോൾ എന്തായിരിക്കും ആ അവസ്ഥയെ പറയുന്ന പേര്? അതാണ് വാമനത്വം എന്ന് പറയുന്നത്. വാമനത്വം, കുഞ്ഞായിട്ട് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ മിക്സഡിമ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ മുതിർന്നവരിൽ കാണുന്നതാണ് മിക്സഡിമ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ മുതിർന്നവരിൽ. ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ, തൈറോക്സിൻ തന്നെയാണ് ഇവിടെയും, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ കുട്ടികളിൽ അഥവാ ഭ്രൂണാവസ്ഥയിലൊക്കെ കാണപ്പെടുന്നത്, കുട്ടികളിൽ കാണുന്നതാണ് എന്ത്? ക്രെട്ടനിസം. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ച മുതിർന്നവരിൽ മിക്സഡിമ, കുട്ടികളിൽ ക്രെട്ടനിസം അല്ലേ? നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ മുതിർന്നവരിൽ മിക്സഡിമ, കുറയുമ്പോൾ കുട്ടികളിൽ ക്രെട്ടനിസം. ഇനി തൈറോക്സിൻ്റെ ഇവിടെ നമ്മളെന്താ കൂടുന്നതും പറഞ്ഞു, ഇവിടെ കുറയുന്നതും പറഞ്ഞു അല്ലേ? ഇനി എന്താണ്? തൈറോക്സിൻ കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? തൈറോക്സിൻ കുറഞ്ഞാൽ പറഞ്ഞു, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ എന്ത് സംഭവിക്കും? അതിനെയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്താണ്?
എക്സോഫ്താൽമിക് ഗോയിറ്റർ. അതിനെയാണ് ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നതൊക്കെ എക്സോഫ്താൽമിക് ഗോയിറ്ററിനെയാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്ററാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കിക്കേ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. അത് തന്നെ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വളർച്ചാഘട്ടത്തിലാണ് സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും? ഭീമാകാരത്വമായിട്ട് മാറും. വളർച്ചാഘട്ടത്തിലാണ് സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയെങ്കിൽ അതെന്തായിട്ട് മാറും? വാമനത്വമായിട്ട് മാറും. തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ മുതിർന്നവരിൽ മിക്സഡിമ, കുട്ടികളിൽ ക്രെട്ടനിസമായിട്ട് മാറും. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ, അതിനെ ഗ്രേവ്സ് ഡിസീസ് എന്നും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? അതേതാണ്? അത് ലൈസോസൈമാണ്. ലൈസോസൈമാണ് രാസാഗ്നി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഉമിനീരിൽ 2 എണ്ണമുണ്ട്. ഉമിനീരിൽ 2 രാസാഗ്നികളുണ്ട്. അതിലൊന്ന് ലൈസോസൈമും പിന്നെയുള്ളത് സലൈവറി അമലൈസ് ആണ്. സലൈവറി അമലൈസിൻ്റെ മറ്റൊരു പേരാണ് ടയലിൻ. അങ്ങനെയും ചോദിക്കാം. ലൈസോസൈമും ടയലിനും അല്ലെങ്കിൽ സലൈവറി അമലൈസ്. ഓക്കെ, ഇനി ഈ പെപ്സിൻ എന്താണ്? ഒരു ആമാശയരസമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ആമാശയരസമാണ് പെപ്സിൻ. അതായത് ഇതാണ് മാംസ്യത്തെ എന്താക്കി മാറ്റുന്നത്? പെപ്റ്റോണാക്കി മാറ്റുന്നത്. എവിടെ വെച്ച്? ആമാശയത്തിൽ വെച്ച് മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് പെപ്സിനാണ്. ഇനിയുള്ളതാണ് എന്ത്? ആഗ്നേയരസമുണ്ട്. ആഗ്നേയരസങ്ങൾ ഏതൊക്കെയാണ്? അതെന്ന് പറയുന്ന അമിലേസ് ഉണ്ട്, അമിലേസ്. അതേപോലെ ട്രിപ്സിൻ ഉണ്ട്. അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. ഇത് 3മാണ് ആഗ്നേയരസം എന്ന് പറയുന്നത്. അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. ഈ അമിലേസ് ആണ് എന്താക്കി മാറ്റുന്നത്? നമ്മുടെ അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് എന്താണ്? അമിലേസ് ആണ്. ട്രിപ്സിൻ എന്താണ്? ട്രിപ്സിനും പെപ്സിനെ പോലെ തന്നെയാണ്. പ്രോട്ടീനെ എന്താക്കി മാറ്റുന്നു? പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നു. പക്ഷേ അത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ച്. അപ്പോൾ അങ്ങനെ ചോദിക്കാം, പ്രോട്ടീനെ പെപ്റ്റോൺസ് ആക്കി, ചെറുകുടലിൽ വെച്ച് പ്രോട്ടീനെ പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ പെപ്സിനും ട്രിപ്സിനും തരാം. അപ്പോൾ അറിഞ്ഞു വെക്കുക, ചെറുകുടലിൽ വെച്ച് നടക്കുന്നത് ട്രിപ്സിനാണ്, ആമാശയത്തിൽ വെച്ച് നടക്കുന്നതാണ് എന്താ? പെപ്സിൻ എന്ന് പറയുന്നത്. ഇനി ലിപ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൊഴുപ്പിനെ എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. ഫാറ്റി ആസിഡും അതേപോലെ ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് ലിപ്പേസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ പാലിലെ ഒരു മാംസ്യമുണ്ട്. പാലിലെ മാംസ്യം അറിയപ്പെടുന്നതാണ് കേസിൻ. കേസിൻ എന്ന് പറയുന്ന പാലിലെ മാംസ്യമാണ്. അതിനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് എന്ത്? റെനിൻ. പാലിലെ മാംസ്യമാണ് കേസിൻ, അതിനെ ദഹിപ്പിക്കുന്നതാണ് റെനിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് എന്ത്? നമ്മുടെ മിഠായി എന്ന് പറയുന്നത്. മിഠായി. അപ്പോൾ എന്താണ് ഹൃദ്യം? 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് എന്താണ്? സൗജന്യ ചികിത്സയാണ്. ജന്മനാ ഹൃദയവൈകല്യമാണ്, സൗജന്യ ചികിത്സയാണ്. പക്ഷേ ആരുടെ പദ്ധതിയാണ്? ദേശീയ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ്. ദേശീയ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ്. എന്താണ് തേനമൃതം എന്ന് പറഞ്ഞാൽ? തേനമൃതം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു തേനമൃതം എന്ന് പറഞ്ഞാൽ. എന്താണ് ആർദ്രം എന്ന് പറഞ്ഞാൽ? ആർദ്രം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അതിനൊരു പരിഹാരം തേടിയുള്ളൊരു ജനസൗഹൃദ പരിപാടിയാണ് ആർദ്രം എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് നവകേരള മിഷൻ്റെ ഭാഗമായിട്ട് 4 പദ്ധതികൾ ഉണ്ടായിരുന്നു. അതൊന്ന് പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം മാറ്റി തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽപ്പെടാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. നവകേരള മിഷൻ്റെ ഭാഗമല്ലാത്തതെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് നവകേരള മിഷൻ്റെ പദ്ധതികൾ? ഒന്ന് ആർദ്രമാണ്, പിന്നെയുള്ളത് ഹരിത കേരളമാണ്, പിന്നെയുള്ളത് ലൈഫ് മിഷൻ പദ്ധതി, പിന്നെയുള്ളത് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയായിരുന്നു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണമായിരുന്നു. ഈ 4 എണ്ണമായിരുന്നു തന്നിരുന്നത്. നവകേരള മിഷനായാലും ഈ 3 എണ്ണം തന്നിട്ട് വേറൊരെണ്ണം കൂടി കൂട്ടത്തിൽ തന്നിട്ട് നവകേരള മിഷൻ്റെ ഭാഗമല്ലാത്തതായിരുന്നു ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണേത്? സൗദി അറേബ്യ. 2024 തീം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. ഇതൊക്കെയായിരുന്നു വരൾച്ചാ പ്രതിരോധം. ഇതായിരുന്നു എന്ത്? 2024 തീം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്.
109/2024 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. താഴെ പറയുന്നതിൽ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, ശരിയാണ്. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, അതും ശരിയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നു, ഡൗട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, ഇതും ശരിയാണ്. സോ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എങ്കിൽ ചോദിക്കട്ടെ, ശരീര താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീര താപനിലയെ സ്ഥിരമായി നിലനിർത്തുന്നത് എന്താണ്? അത് നമ്മുടെ ത്വക്കാണ്. ത്വക്ക്. അപ്പോൾ ഹൈപ്പോതലാമസ്, ത്വക്ക് ഇവയെല്ലാം എന്താണ്? ശരീര താപനിലയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? നമ്മുടെ കരളാണ്. താഴെ പറയുന്നവൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ്, കാൽസ്യം. അതേപോലെ ടെറ്റനി, അതും എന്താണ്? കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകും. പെല്ലഗ്രി എന്താണ്? പെല്ലഗ്രി എന്ന് പറയുന്നത് വിറ്റാമിൻ B3യുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ്. ബെർബറി ആണെങ്കിൽ വിറ്റാമിൻ B1ൻ്റെ അഭാവം മൂലമാണ്. നിശാന്തതയാണെങ്കിൽ അത് വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. നിശാന്തത. അതേപോലെ സിറോഫ്താൽമിയൊക്കെ എന്താണ്? സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ അഭാവമാണ്. സി ആണെങ്കിൽ എന്താണ്? സ്കർവി. ഓക്കെ. ഡി ആണെങ്കിൽ എന്താണ്? കണ അഥവാ റിക്കറ്റ്സ്. ഇ ആണെങ്കിൽ എന്താണ്? വന്ധ്യത. ഓക്കെ. അതേപോലെ രക്തത്തിൽ നമ്മുടെ രക്തത്തിൽ ഇരുമ്പ് കൂടുന്നതിൻ്റെ അവസ്ഥയുണ്ട്. ഇരുമ്പ് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ആ അവസ്ഥയെ പറയുന്ന പേരാണ് സിഡറോസിസ്. സിഡറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തിൽ ഇരുമ്പിൻ്റെ ഇത് വളരെയധികം കൂടുമ്പോഴാണ് സിഡറോസിസ് വരുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമാണെങ്കിൽ ടെറ്റനി, അതേപോലെ തന്നെ ഓസ്റ്റിയോപൈറോസിസ്. പെല്ലഗ്രി ആണെങ്കിൽ B3, വിറ്റാമിൻ എ ആണെങ്കിൽ നിശാന്തത, ബെർബറി B1, സി സ്കർവി, ഡി റിക്കറ്റ്സ്, ഇ വന്ധ്യത. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പെന്ന് പറയുന്നത്? ആരോഗ്യകരമായ കൊഴുപ്പെന്ന് പറഞ്ഞാൽ അത് പൂരിത കൊഴുപ്പാണ്. പൂരിതമല്ല, അപൂരിത കൊഴുപ്പാണ്. അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കൊഴുപ്പ് എന്നുള്ളതിനെ നമുക്ക് എന്താക്കി? 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റാണ് പൂരിത കൊഴുപ്പ്, പിന്നെയുള്ളതാണ് അപൂരിത കൊഴുപ്പ്, പിന്നെയുള്ളതാണ് ട്രാൻസ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ട്രാൻസ് കൊഴുപ്പ്. ഓക്കെ. ഈ പൂരിത കൊഴുപ്പാണ് മോശം കൊഴുപ്പെന്നറിയപ്പെടുന്ന. മോശം കൊഴുപ്പാണ് എന്ത്? പൂരിത കൊഴുപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടും. പൂരിത കൊഴുപ്പ്. ഇനി അപൂരിത കൊഴുപ്പിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് മോണോസാച്ചുറേറ്റഡ്, പിന്നെയുള്ളതാണ് എന്ത്? പോളിസാച്ചുറേറ്റഡ്. ഈ അപൂരിത കൊഴുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായതാണ്. അതായത് നമ്മുടെ എന്താണ്? LDL അവരെന്താക്കി മാറ്റുന്നു? HDL ആക്കി മാറ്റുന്നു. ഇനി എന്താണ് LDL എന്ന് പറഞ്ഞാൽ? ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതാണ് LDL എന്ന് പറയുന്നത്. HDL എന്തായിരിക്കും? അപ്പോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതായത് നമുക്കിത് ശരീരത്തിന് ദോഷമാണ് LDL എന്ന് പറഞ്ഞാൽ. ശരീരത്തിന് ആവശ്യമാണ് എന്ത്? HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ളതാണ് HDL. അപ്പം നമ്മൾ എന്താണ്? ഈ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാണ് എന്താക്കി മാറ്റുന്നത്? അല്ലെങ്കിൽ അപൂരിത കൊഴുപ്പുകളാണ് നമ്മുടെ ഈ LDLനെ HDL ആക്കി നമുക്ക് ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പുകളാക്കി മാറ്റുന്നത്. ഇനി ഈ പോളിസാച്ചുറേറ്റഡ് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്താണ് നമുക്ക് omega-3 ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ളത്. omega-3 ഫാറ്റി ആസിഡ്, അതേപോലെ omega-6 ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ളത് നമ്മുടെ ഈ പോളിസാച്ചുറേറ്റഡിലാണ്. അതായത് നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തവയാണ് പോളിസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യകരമായ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അപൂരിതമാണ്. ആരോഗ്യം. നമ്മൾ അപൂരിതം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു നെഗറ്റീവ് മീനിങ് തോന്നും. പക്ഷേ അപൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യകരമായ കൊഴുപ്പാണ്. ഇനി ട്രാൻസ് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദോഷകരമായ കൊഴുപ്പിനെയാണ് നമ്മൾ ട്രാൻസ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും മോശമായ കൊഴുപ്പാണ് ട്രാൻസ് കൊഴുപ്പ്. അപ്പോൾ പൂരിതവും ട്രാൻസ് കൊഴുപ്പും ചീത്തയാണ്. അപൂരിത കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഇത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം ജനിതക എഞ്ചിനീയറിങ്ങുമായിട്ട്. അതായത് എന്താണ്? ഈ ജനിതക എഞ്ചിനീയറിങ്ങിൽ നമുക്കറിയാം ഡിഫക്റ്റീവായിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷനെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് പുതിയത് വെക്കും. അങ്ങനെ മുറിച്ച് മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം അതെപ്പോഴും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതിനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്
എൻഡോന്യൂക്ലിയസ്. ഇതാണ് ജനിതക കത്രിക എന്ന് പറയുന്നത്. നമ്മൾ കത്രിക കൊണ്ടല്ലേ മുറിച്ച് മാറ്റുന്നത്, പക്ഷേ ഇവിടെ എന്താണ്, ആ ഒരു എൻസൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്തറിയപ്പെടുന്നു, ജനിതക കത്രിക എന്നറിയപ്പെടുന്നു. ഇനി ഈ മുറിച്ച് മാറ്റിയ സ്ഥലത്ത് വേറൊന്ന് വിളക്കി ചേർക്കണ്ടേ? സോ വിളക്കി ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് എന്ത്, ലിഗേസ്. ലിഗേസ് എന്ന് പറയുന്നത് അതാണ് ജനിതക പശ എന്ന് പറയുന്നത്. ജനിതക പശ. ജനിതക പശ എന്ന് പറഞ്ഞാൽ ലിഗേസ് ആണ്. ജനിതക കത്രിക എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഇത് നമ്മുടെ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ജനിതക പശ എന്നറിയപ്പെടുന്ന എന്താണെന്ന്. അതെന്താണപ്പോൾ, ലിഗേസ് ആണ്. ഇനി അതേപോലെ തന്നെ പറയുകയാണ് ജീനിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്നത്. ഈ ജീനിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതെന്താണ്, അത് എവിടെയാണ് കറക്റ്റ് അതിൻ്റെ പൊസിഷനൊക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത് ഇതും ചോദിച്ചിട്ടുണ്ട്. 2023 അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും ഇത് PSC ക്യാൻസൽ ചെയ്താണ്. കാര്യം ഇപ്പോൾ എല്ലാ മേഖലകളിലും എന്ത് വരുന്നുണ്ട്, ജനിതക എഡിറ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് എന്തായാലും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത്? ധമനിയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അത് അയോട്ടയാണ്. അയോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, മഹാധമനി. നമുക്കറിയാം രക്തക്കുഴലുകൾ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് സിരകൾ, പിന്നെയുള്ളത് എന്താണ്, സിരയുമുണ്ട്, നമുക്ക് ധമനിയുമുണ്ട്. ഈ സിര എന്ന് പറയുന്നത് അശുദ്ധ രക്തമാണ് സിര വഹിക്കുന്നത്. ഇനി ധമനിയാണെങ്കിൽ അതെന്താണ്, അത് ശുദ്ധരക്തമാണ് ധമനി വഹിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കുക. സിരകളുമുണ്ട്, ധമനിയുമുണ്ട്. ധമനിയാണ് ശുദ്ധം, സിര എന്ന് പറയുന്നത് എപ്പോഴും അശുദ്ധമാണ്. പക്ഷേ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയുണ്ട്, അതാണ് ശ്വാസകോശ സിര. എങ്കിലിവിടെ അതേപോലെ ഉണ്ടാകുമല്ലേ, ആ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയുണ്ട്, അതാണ് എന്ത്, ശ്വാസകോശ ധമനി. അപ്പോൾ ശ്വാസകോശം വരുമ്പോഴേക്കും അത് എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സിരകളെന്ന് പറഞ്ഞാൽ അശുദ്ധരക്തമാണ്, ധമനി എന്ന് പറഞ്ഞാൽ ശുദ്ധരക്തമാണ്. അതിൽ ശുദ്ധരക്തം വഹിക്കുന്ന സിരയാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. ഇനി സിരകളുടെ ധർമ്മം എന്താണ്, അത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നു. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നതാണ് സിരകൾ. പിന്നെ ധമനിയാണെങ്കിലോ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകും. ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകും. ഏറ്റവും വലിയ സിര ചോദിച്ചാൽ അതേതാണ്, അത് അധോമഹാസിരയാണ്. ഏറ്റവും വലിയ സിര. ഏറ്റവും വലിയ ധമനി ചോദിച്ചാൽ അതേതാണ്, മഹാധമനി അഥവാ അയോട്ടയാണ്. ഏറ്റവും വലിയ രക്തക്കുഴൽ ചോദിച്ചാലും അതെന്താണ്, മഹാധമനിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏതാണത്? അത് ഈഡിസ് ഈജിപ്തിയാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി, അതേപോലെ തന്നെ ഈഡിസ് ആൽബോപിക്കറ്റ്സ്, ഇത് രണ്ടുമാണ് എന്ത് പരത്തുന്നത്, ഡെങ്കിപ്പനി പരത്തുന്നത്. അപ്പോൾ ഈഡിസ് ഈജിപ്തി ഇത് രണ്ടും തന്നെയാണ് ചിക്കൻ ഗുനിയയും പരത്തുന്നത്. ചിക്കൻ ഗുനിയ ഇത് രണ്ടും പരത്തുന്നതാണ്. അതേപോലെ നമുക്കറിയാം ഇതെന്താണ്, ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. അതേതാണ് വൈറസിൻ്റെ പേര്? ഫ്ലാവി വൈറസ് ആണ് ഡെങ്കിപ്പനി പകർത്തുന്നത്. ഇതിനെന്താണ്, ശക്തമായ പേശിവേദനയും സന്ധിവേദനയും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന പേരാണ് എന്ത്, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഏതാണ്, ഡെങ്കിപ്പനിയാണ്, ഫീവർ. ഓക്കെ, ഇനി നമുക്കറിയാം ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ഏതൊക്കെയാണ്? ഈഡിസ് കൊതുകുകൾ പരത്തുന്ന മറ്റു രോഗങ്ങളാണ് എന്ത്, മഞ്ഞപ്പനി, അതേപോലെ സിക്ക വൈറസ്. ഇതൊക്കെ എന്താണ്, ഈഡിസ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ്. ഇനി എങ്കിൽ ചോദിക്കട്ടെ, ക്യൂലെക്സ് പെൺകൊതുകുകളാണെങ്കിൽ എന്താണ്, ക്യൂലെക്സ് പെൺകൊതുകുകൾ പരത്തുന്നതാണ് മന്ത്. അനോഫലിസ് പെൺകൊതുകുകൾ പരത്തുന്ന എന്താണ്, മലേറിയ അഥവാ മലമ്പനി എന്ന് പറയുന്നത് എന്താണ്, അനോഫലിസ് പെൺകൊതുകുകൾ പരത്തുന്നതാണ്. ഓക്കെ, എങ്കിൽ ചോദിക്കട്ടെ, എലിപ്പനി പരത്തുന്ന ആരാണ്? അതൊരു ബാക്ടീരിയൽ ഡിസീസസ് ആണ്. എലിപ്പനി എന്ന് പറഞ്ഞാൽ എലിപ്പനി ഒരു ബാക്ടീരിയയാണ്. മലമ്പനി അഥവാ മലേറിയ എന്താണ്, അതൊരു പ്രോട്ടോസോവൽ ഡിസീസാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. പ്രോട്ടോസോവയാണ്. എലിപ്പനി ബാക്ടീരിയയാണ്, മലമ്പനി പ്രോട്ടോസോവയാണ്. ഈ 2 പനികളുമാണ് വ്യത്യാസമുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പനികളും എന്താണ്, വൈറസ് ഡിസീസാണ്. നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഗുനിയ, അതേപോലെ
ഡെങ്കിപ്പനി, കുരങ്ങുപനി, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് മിക്ക പനികളും എന്താണ് വൈറസ്. വ്യത്യാസമുള്ള പനികളെന്ന് പറഞ്ഞാൽ എലിപ്പനി ബാക്ടീരിയയാണ്, മലമ്പനി പ്രോട്ടോസോവയാണ്. ഇനി കഴിഞ്ഞ ഒരു ഫീൽഡ് വർക്കറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ് പകൽ സമയം കടിക്കുന്ന കൊതുക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈഡീസ്. അതാണ് നമുക്കിപ്പോൾ എറണാകുളത്തൊക്കെ ഡെങ്കിപ്പനി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫീൽഡ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്താ, പകൽ സമയം കടിക്കുന്ന കൊതുകാണ് എന്ത്, ഈഡീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? അതെവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടന അഥവാ WHO ആസ്ഥാനം എന്ന് പറയുന്നത്. നോക്കിക്കേ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ്? 1948 ഏപ്രിൽ 7 അത് സ്ഥാപിതമായത്. ഈ ഏപ്രിൽ 7 പ്രത്യേകത എന്താണ്? അതാണ് ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 7. 194 അംഗങ്ങളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിലവിലുള്ളത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ എവിടെയാണ്? ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ പ്രസിഡൻ്റായ ഇന്ത്യൻ വനിതയാണ് ആര്? രാജ്കുമാരി അമൃത് കൗർ എന്താണ്? നമ്മുടെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ പ്രസിഡൻ്റായ ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. അതേപോലെ തന്നെ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായ ഇന്ത്യൻ വനിത ആരാണ്? ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ്റെ മകളാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. എന്താണ് പ്രത്യേകത? 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായ വ്യക്തിയാണ് സൗമ്യ സ്വാമിനാഥൻ. അതേപോലെ 2023 ചീഫ് സയൻറ്റിസ്റ്റ് ആരാണ്? അത് ഡോക്ടർ ജെറി ഫെറാർ ആണ്. ഓക്കെ, ഇനി അറിയേണ്ടത് WHO 2022 ഒരു പുകയില വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതാണ് എന്ത്? ക്വിറ്റ് ടൊബാക്കോ എന്ന് പറയുന്നത് പുകയില വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. 2024-27 ഭാഗമായിട്ട് WHO എക്സ്റ്റേണൽ ഓഡിറ്ററായ വ്യക്തിയാണ് ആര്? ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്നത് 2024-27 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായ വ്യക്തിയാണ് ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 194 അംഗങ്ങളാണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡാണ്. അതേപോലെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ പ്രസിഡന്റായ ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. 2023 ചീഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ജെറി ഫെറാർ ആണ്. അതേപോലെ 2024-27 WHO ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായ വ്യക്തിയാണ് ഗിരീഷ് ചന്ദ്ര മുർമു. 2022 മറ്റേ പുകയില വിരുദ്ധ ദിന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ക്വിറ്റ് ടൊബാക്കോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 117/2024. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത് മെലാറ്റോണിനാണ്. അതായത് നമ്മുടെ പീനിയൽ ഗ്രന്ഥി അഥവാ പൈനിയൽ ഗ്രന്ഥി എന്നൊക്കെ പറയും. പീനിയൽ ഗ്രന്ഥിക്ക് 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് സെറാട്ടോണിൻ, രണ്ടാമത്തേതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. സെറാട്ടോണിനും മെലാറ്റോണിനും. ഓക്കെ, ഈ സെറാട്ടോണിൻ എന്ന് പറഞ്ഞ് നമ്മുടെ വൈകാരിക അവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നതാണ് സെറാട്ടോണിൻ. വൈകാരിക അവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? സെറാട്ടോണിനാണ്. ഓക്കെ, ഇനി മെലാറ്റോണിനെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഉറക്കത്തിന് സഹായിക്കുന്നത്, നമ്മൾ ഉറങ്ങാനൊക്കെ സഹായിക്കുന്നത് മെലാറ്റോണിനാണ്. അതേപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമീകരണം, ഓക്കെ, അതൊക്കെ എന്താണ്? മെലാറ്റോണിനാണ്. അതേപോലെ രാത്രി സമയങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും പകൽ സമയങ്ങളിൽ കുറവ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മെലാറ്റോണിനാണ്.
ഓക്കെ, അപ്പോൾ എന്താണ്? അതേപോലെ തന്നെ കൃത്യമായ പ്രജനനഘട്ടമുള്ള ജീവികൾ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മെലാറ്റോണിനാണ്. അടുത്തതാണ് അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ എന്താണ്? അഡ്രീനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ലവണ ജലസന്തുലിതാവസ്ഥ, അതേപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കൽ, ഇതൊക്കെ എന്താണ്? അൽഡോസ്റ്റിറോണിനാണ്. ഇനി അതേപോലെ തന്നെ വരുന്നതാണ് എന്ത്? ഹൈപ്പോതലാമസിൻ്റെ ഒരു ഹോർമോണാണ് എന്ത്? ഓക്സിറ്റോസിൻ. അപ്പോൾ ഓക്സിറ്റോസിൻ ആരാണ് പുറപ്പെടുവിക്കുന്നത്? ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ പ്രസവ പ്രക്രിയയ്ക്ക് എന്താണ് നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്? ഓക്സിറ്റോസിൻ ആണ്. ഈ ഹൈപ്പോതലാമസ് 2 ഹോർമോണിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഓക്സിറ്റോസിനും മറ്റേതേതാണ്? വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ വാസോപ്രസിൻ എന്താണ് ചെയ്യുന്നത്? വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീരണം ചെയ്യുന്നത് എന്താണ്? വാസോപ്രസിനാണ്. അടുത്തതാണ് തൈമോസിൻ. ഏതാണ്? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈമോസിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പഠിച്ചു വയ്ക്കുക. 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഹിമാലയം, അതേപോലെ പശ്ചിമഘട്ടം, പിന്നെയുള്ളത് ഇൻഡോ ബർമൻ മേഖല, പിന്നെയുള്ളത് വരുന്നത് നമ്മുടെ സുൻഡാലാൻഡാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ ഏതൊക്കെയാണ്? മെഡിറ്ററേനിയൻ കടലിൻ്റെ അകത്തില്ല, അപ്പോൾ അതല്ല. കാലിഫോർണിയ കാടുകളിൻ്റെ അകത്തില്ല. പശ്ചിമഘട്ടമുണ്ട്, പക്ഷേ മെഡഗാസ്കർ ഇല്ല. ഹിമാലയമുണ്ട്, അപ്പോൾ അതുമല്ല. പിന്നെ ഏതൊക്കെയുണ്ട്? ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ജൈവ വൈവിധ്യ ദിനം എന്ന് പറയുന്നത് നമ്മുടെ മെയ് 22 ജൈവ വൈവിധ്യ ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത്. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. ആണോ? പാൽമുട്ടയിലൊക്കെ കാണുന്നത് ജീവകം സി അല്ല. ജീവകം സി എന്ന് പറയുന്ന കൂടുതലും പച്ചക്കറികൾ എന്തൊക്കെയാണ്? ഓറഞ്ചിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് അല്ലാത്തത്. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ആണ്. കാര്യം രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നത് വൈറ്റമിൻ സി ആണ്. യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, അതേപോലെ മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നതൊക്കെ എവിടെയാണ്? വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നതാണ്. മൂത്രത്തിലൂടെ വിസർജിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ബിയും സിയുമാണ്. അതേപോലെ തന്നെ ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ചത്, എപ്പോഴും ചോദിക്കുന്നുണ്ട്, കൃത്രിമമായി ആദ്യമായി നിർമ്മിച്ച വൈറ്റമിൻ എന്ന് പറയുന്നത് സി ആണ്. അതേപോലെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? അതായത് വർണ്ണാന്തതയുടെ റീസൺ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണിലെ ലെൻസ് അതാര്യമായി കാഴ്ച വ്യക്തമാകാത്തത് കൊണ്ട്, കോൺകോശങ്ങളുടെ തകരാറ് മൂലം, ചുവപ്പ്, പച്ച. അതായത് വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പനിച്ചു. ഏതൊക്കെയാണ് പനിച്ചു? പച്ച, നീല, ചുവപ്പ് എന്നീ 3 പ്രാഥമിക വർണ്ണങ്ങളുണ്ട്. ഇതിൽ പച്ചയും ചുവപ്പും ഈ 2 കളറും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അതിനെ വർണ്ണാന്തത എന്ന് പറയുന്നത്. ആ അസുഖമുള്ളത് കൊണ്ടാണ് ഇവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ഒരു ജോലികളിലും എടുക്കാത്തത്. ഓക്കെ, ഇവർക്ക് കാണാൻ കഴിയുന്ന കളറെന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി കളേഴ്സിൽ നീലമായിരിക്കും കാണാൻ കഴിയുന്നത്. ഇനി വർണ്ണാന്തത തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് എന്ത്? ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇഷിഹാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളാണെങ്കിൽ അതേതാണ്? ഓപ്ഷൻ സി EEG ആണ്. എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇതാണ് EEGയുടെ ഫുൾ ഫോം. ഇലക്ട്രോ എൻസെഫലോഗ്രാം. ആരാണിത് കണ്ടുപിടിച്ചത്? ഇത് കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജർ ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം കണ്ടുപിടിച്ചത്. ഇനി നോക്കിക്കേ, എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാം. ആരാണ് കണ്ടുപിടിച്ചത്? വില്യം ഐന്തോവൻ ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത്. എന്താണ് ECGയുടെ മേന്മ എന്ന് പറയുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മുടെ ഹൃദയത്തിൻ്റെ തകരാറുകളൊക്കെ അറിയുന്നതാണ് ECG എന്ന് പറയുന്നത്. പിന്നെയുള്ളത് CT സ്കാൻ. എന്താണ് CTയുടെ ഫുൾ ഫോം?
കമ്പ്യൂട്ടർ ടോമോഗ്രഫിയാണ്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഇതും ഒരു ത്രിമാന ചിത്രം ലഭിക്കുന്നതാണ്. എങ്ങനെ? എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടി എക്സ്റേ ത്രിമാന ചിത്രം ആന്തരിക അവയവങ്ങളുടെ ത്രിമാന ചിത്രം എടുക്കുന്നതിനാണ് CT സ്കാൻ എന്ന് പറയുന്നത്. ഇനി CT സ്കാൻ ആരാണ് കണ്ടുപിടിച്ചത്? CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ആണ്. ഗോഡ്ഫ്രേ എങ്ങനെ പഠിച്ചു വെക്കുക? ഗോഡ്ഫ്രേ ഹൗൺസ്ഷീൽഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഗോഡ്ഫ്രേ എന്നെങ്കിലും പഠിച്ചു വെക്കുക. അടുത്തതാണ് MRI സ്കാൻ. എന്താണ് MRIയുടെ ഫുൾ ഫോം? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഇതാണ് എന്തിൻ്റെ ഫുൾ ഫോം? MRIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ആന്തരിക അവയവങ്ങളുടെ ത്രിമാന ചിത്രമാണ്. റെയ്മണ്ട് ഡമാഡിയൻ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഡമാഡിയൻ. ഓക്കെ. അപ്പോൾ എന്താണ്? മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ EEG ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഹൃദയത്തിനാണെങ്കിൽ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. MRI എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് എന്ത്? ആസ്ട്രാസെനക്ക. ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. ഇതിൽ ഇന്ത്യയിൽ ഈ കോവിഷീൽഡിൻ്റെ വിതരണത്തിനും ഉൽപ്പാദനത്തിനും ഒക്കെ അനുമതി ലഭിച്ചത് എവിടെയാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. അപ്പോൾ എവിടെയാണ് ആസ്ട്രാസെനക്ക? ഇത് നമുക്കറിയാം കോവിഷീൽഡ് ഇപ്പോൾ ഒത്തിരി പേർക്ക് സൈഡ് എഫക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് വിപണിയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ്? ആസ്ട്രാസെനക്ക എന്ന കമ്പനിയായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? അത് പോളോ പോണിയാണ്. പോളോ പോണി എന്ന് പറയുന്ന ഒരു കുതിരയെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 122/24 മസ്തിഷ്കത്തിൽ ഡോപ്പോമിൻ എന്ന നാഡീയ പ്രക്ഷേപകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രോഗത്തിൻ്റെയാണ് ഈ ലക്ഷണങ്ങളെന്ന് പറയുന്നത്? ഇത് നമ്മുടെ പാർക്കിൻസൺ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പാർക്കിൻസൺ. അപ്പോൾ അതെന്താണ്? അതായത് മസ്തിഷ്കത്തിലെ പ്രത്യേകമായ ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഡോപ്പോമിൻ എന്ന നാഡീയ പ്രക്ഷേപം കുറയുന്നത്. ഈ പാർക്കിൻസൺ രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഷെയ്ക്കിംഗ് പാസി എന്നറിയപ്പെടുന്നു. ഷെയ്ക്കിംഗ് പാസി. അതേപോലെ ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, അതേപോലെ ശരീരത്തിൻ്റെ ഒരു വിറയൽ, എപ്പോഴും ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ കൊണ്ടാണ് അതിനെ ഷെയ്ക്കിംഗ് പാസി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നോക്കിക്കേ, അൽഷിമേഴ്സ് എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? മസ്തിഷ്കത്തിലെ നാഡീയകലകൾ അലയങ്ങളായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത്. എന്താണ്? അലയങ്ങളായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? ന്യൂറോണുകൾ നശിക്കുന്നതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്നായിട്ട് ശരീരത്തിൽ അലൂമിനിയത്തിൻ്റെ അധിക സാന്നിധ്യം കാണുന്നുണ്ട്. അലൂമിനിയത്തിൻ്റെ അധിക സാന്നിധ്യം അൽഷിമേഴ്സ്. കണക്ട് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതേപോലെ എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓർമ്മകൾ, നമ്മുടെ ദിനചര്യകളൊന്നും ചെയ്യാൻ കഴിയാതെ വരിക, നമ്മുടെ ബേസിക്കായ കാര്യങ്ങളെല്ലാം മറന്നു പോകുക, ഇതൊക്കെയാണ്. അടുത്താണ് അപസ്മാരം. അപസ്മാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകും, തലച്ചോറിലെ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്താ? അപസ്മാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ അല്ലാത്തതാണ് വേണ്ടത്. ഇവിടെ അല്ലാത്തതെന്ന് പറഞ്ഞാൽ സോറിയാസിസ് ആണ്. അപ്പം നമുക്കിവിടെ ആകുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. സിലിക്കോസിസ് എന്താണ്? ടിന്ന്, അതേപോലെ തന്നെ മൈക്ക, അതേപോലെ സ്വർണ്ണഖനി, പാറമടകൾ എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന ശ്വാസകോശ സംബന്ധമായൊരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? സിലിക്കോസിസ് എന്ന് പറയുന്നത്. ന്യൂമോകോണിയോസിസ് എന്താണ്? കൽക്കരി ഖനികളിൽ കൽക്കരി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്നൊരു രോഗമാണ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. ആസ്ബറ്റോസിസ് എന്താണ്? അത് ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ഉണ്ടാകുന്നവർക്കുള്ള രോഗമാണ്. പിന്നെയുണ്ട് ഫാർമേഴ്സ് ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ധാന്യപ്പൊടി ഓവറായിട്ട് ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്നതാണ് ഫാർമേഴ്സ് ലങ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ കൈത്തണ്ടയ്ക്ക് അമിതമായ സമ്മർദ്ദം, അതായത് ഈ കോഴി വളർത്തുന്ന അവർക്കൊക്കെ ഉണ്ടാകുന്നൊരു രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതൊക്കെ തൊഴിൽജന്യ രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കളാണ് ഇതൊക്കെ? മോണോസൈറ്റും ന്യൂട്രോഫിലും.
നോക്കിക്കേ, ന്യൂട്രോഫിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഫാഗോസൈറ്റോസിസ്, ആ വിഴുങ്ങുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഇനി പിന്നെന്താണ്, നോക്കിക്കേ, മോണോസൈറ്റ്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇവ രണ്ടും എന്താണ്, ഫാഗോസൈറ്റോസിസിന് ഉദാഹരണമാണ്. മറ്റു രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതാരാണ്, അത് ബേസോഫിലാണ്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നതാരാണ്, അത് ഈസിനോഫിലാണ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ആര്, ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാസൻ DDT എന്ന് കാണുമ്പോഴേ നമുക്കറിയാം എന്താണത്, നിശബ്ദ വസന്തമാണ്, സൈലന്റ് സ്പ്രിംഗ് ആണ്. ഒരു ടൈം തൊട്ട് PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. തിരിച്ചും മറിച്ചും അങ്ങോട്ട് നിശബ്ദ വസന്തത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായ പുസ്തകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. റേച്ചൽ കാസൻ നിശബ്ദ വസന്തത്തിൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. DDT ആണ്. ഇങ്ങനെ അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? സ്ഥൂലധാതുക്കൾ, അതായത് നമ്മുടെ ശരീരത്തിന് കുറേ ധാതുക്കൾ ആവശ്യമായിട്ടുണ്ട്. അതെന്താ, ചിലതെന്താ ഒത്തിരി വേണം, ചിലതെന്താ വളരെ കുറച്ച് മതി. അതിനെയാണ് നമ്മൾ ഒത്തിരി വേണ്ടതിനെയാണ് നമ്മൾ സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത്. അതായത് കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് കാൽഷ്യം വേണം, പൊട്ടാസ്യം വേണം, മഗ്നീഷ്യം വേണം, സോഡിയം വേണം, സൾഫർ വേണം, ഫോസ്ഫറസ് വേണം, പിന്നെ വേണ്ടത് ക്ലോറൈഡ് വേണം. ഇതൊക്കെ എന്താ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വേണം. ഇനി കുറച്ച് ആവശ്യമുള്ളതുണ്ട്, കോപ്പറുണ്ട്, അതേപോലെ അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അയഡിനുണ്ട്, പിന്നെയുള്ളത് ഫ്ലൂറൈഡാണ്. ഇതൊക്കെയാണ് കുറച്ച് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ഥൂലധാതുക്കളാണ്, കൂടുതലായിട്ട് വേണ്ടതാണ്. മറ്റേത് സൂക്ഷ്മധാതുക്കളാണ്. സ്ഥൂലധാതുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് വരും, കാൽഷ്യം, ഓക്കെ, കാൽഷ്യം ഓക്കെയാണ്. പൊട്ടാസ്യം ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട്. ക്ലോറൈഡ്, സോഡിയം. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഇവിടെ എന്തൊക്കെയുണ്ട്, സോഡിയം, സിങ്കൊക്കെ എന്താണ്, സിങ്കും കോപ്പറും ഇവിടെ നമുക്ക് കുറച്ച് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതല്ല. പിന്നെ എന്താണ്, അയണും അതേപോലെ തന്നെ അയൺ എന്താ നമുക്ക് കുറച്ച് മതി. അപ്പോൾ ഇതുമല്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അല്ലേ, കാൽഷ്യം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. നോക്കിക്കേ, ഇവിടെയും ഉണ്ട്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഇത് രണ്ടും വേണ്ട. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്താ, സ്നേഹപൂർവ്വം പദ്ധതി. എന്താണ് താലോലം എന്ന് പറഞ്ഞാൽ, വൃക്കരോഗം, നമ്മൾ ഹൃദയം പറഞ്ഞു അല്ലേ, എന്താണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജന്മനാ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്കാണ്. പക്ഷേ ഇവിടെ താലോലം എന്ന് പറഞ്ഞാൽ എന്താണ്, വൃക്കരോഗമുണ്ട്, ഹൃദ്രോഗമുണ്ട്, ഹീമോഫീലിയ ഉണ്ട്, അങ്ങനെ ജനിതകപരമായിട്ടുള്ള എല്ലാ രോഗങ്ങളും, കുറേ രോഗങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അങ്ങനെ 18 വയസ്സിൽ താഴെയുള്ളവർക്കുള്ളതാണ് താലോലം എന്ന് പറയുന്നത്. ഇനി സമാശ്വാസം എന്ന് പറയുന്നത് ശരിക്കും 4 ഉണ്ട്. സമാശ്വാസം 1, 2, 3, 4 എന്ന് പറയുന്ന 4 ഉണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എന്താണ്, വൃക്കരോഗം ബാധിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസ് ചെയ്യുന്നവർക്ക്. ഓക്കെ, ഇനി സമാശ്വാസം 2 എന്ന് പറഞ്ഞാൽ എന്താണ്, കരൾ മാറ്റിവെക്കൽ, വൃക്കയും കരളൊക്കെ മാറ്റിവെക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. അവരുടെ എന്താണ്, അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അവർക്ക് 5 വർഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ധനസഹായം കൊടുക്കുന്നുണ്ട്. അതാണ് സമാശ്വാസം എന്ന് പറയുന്നത്. എന്താണ് സാന്ത്വനം എന്ന് പറഞ്ഞാൽ, ഈ കിടപ്പ് രോഗി, ചിലപ്പോൾ സാന്ത്വനം എന്ന് പറയുന്നത് 2-3 ഇതുണ്ട്, നമുക്ക് ഒരെണ്ണം പഠിച്ചു വയ്ക്കാം. കിടപ്പ് രോഗികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഇതാക്കാനായിട്ട് BP, പ്രമേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വീടുകളിൽ പോയിട്ട് പരിശോധിക്കും. എന്തിൻ്റെ കീഴിൽ, കുടുംബശ്രീയുടെ കീഴിൽ. അതിനെയാണ് സാന്ത്വനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിന് മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി എന്ന് പറയുന്നത്. എന്താണ് അറ്റ്പാടി? പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, സെപ്റ്റംബറിൽ നടന്ന പരീക്ഷയാണ്. ജൂൺ വരെയുള്ള കറണ്ട് അഫെയർ ചോദിച്ചിട്ടുണ്ട്. ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ആയുർവേദ സയൻസിൻ്റെ കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? അത് NIIMH ഹൈദരാബാദാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോവിഡിനെതിരായ, ഇത് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, 128/24 കഴിഞ്ഞ ദിവസം നടന്ന കോഴിക്കോട് കോട്ടയം LD. കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചത് 2023 വൈദ്യശാസ്ത്ര നൊബേൽ പ്രൈസ് നേടിയതാരാണ്? കാറ്റലിൻ ക്യാരിക്കോ മാത്രമായിരുന്നോ? അല്ല, പിന്നെ ആരും കൂടി ഉണ്ടായിരുന്നു, ഡ്രൂ വെയ്സ്മാൻ. 2 പേരായിരുന്നു, ഡ്രൂ വെയ്സ്മാൻ. ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് നോബൽ പ്രൈസ് കിട്ടിയത്. കാറ്റലിൻ ക്യാരിക്കോ എവിടെയാണ്?
കാരണം അതേപോലെ തന്നെ ഡ്രൂ വെയ്സ്മാൻ എന്ന് പറയുന്ന USA-കാരനുമാണ്. സാൻഡേ പാബു എന്താണ് 2022 നോബൽ പ്രൈസ് ലഭിച്ചതാണ്. വംശനാശം സംഭവിച്ച ഹോമിനിഡുകളുടെയും മനുഷ്യ പരിണാമത്തെ പറ്റിയൊക്കെ പഠിച്ച അവരുടെ ജനിതഘടനയെ പറ്റിയൊക്കെ പഠിച്ചതാണെന്ത് സാൻഡേ പാബു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? ശലഭം. നവജാത ശിശുക്കളുടെയാണ്. ഹൃദ്യം താലോലമൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡിയാണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. എന്താണ്? പരസ്പര വിരുദ്ധമാണ് അല്ലേ? ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴേക്കും ഇവരാണ് അതിനകത്ത് കിടന്ന് പ്രവർത്തിക്കുന്നത്. കാൽസിറ്റോണിനും പാരാതെർമോണും നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയ്ക്കും, അങ്ങനെ. ഇനി സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും, അത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും കാണാപ്പാടം പഠിച്ചു വെക്കുന്നതാണ് അല്ലേ? സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. തൈമോസിൻ, തൊറാക്സിൻ, അതാണ് ഇവിടെ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നത്. ഈ തൈറോക്സിൻ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയുമാണ്. കാൽസിറ്റോണിൻ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അതേപോലെ പാരാതെർമോൺ ആണെങ്കിലോ അത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണെങ്കിലോ പാൻക്രിയാസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഐൽസ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ, ഇത് ആൽഫ കോശങ്ങളും ഇത് ബീറ്റ കോശങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണെന്ത്? ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ജീവകം ADCK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ആണോ? അല്ല. എന്തൊക്കെയാണ്? ADEK ആണ്. ബിയും സിയും എന്താണ്? ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. ബിയും സിയും. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ശരിയാണിത്. എല്ലുകളുടെ ശരിയായ വളർച്ച ആവശ്യമായത് ഏതാണ്? അത് വിറ്റാമിൻ D ആണ്. ജീവകം Kയുടെ കുറവ് മൂലമാണോ? അല്ല. ജീവകം Cയുടെ കുറവ് മൂലമാണ് സ്കർവി. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗമാണോ? മന്ദരോഗം ഉണ്ടാക്കുന്നത് ഏതാണ്? ഫൈലേറിയൽ വിരയാണ്. ലെപ്റ്റോസ്പൈറ എക്ടറോ ഹെമറേജിയ എന്താണത്? എലിപ്പനിക്ക് കാരണമായതാണ്. സാൽമോണല്ല ടൈഫി എന്താണ്? സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞാൽ ടൈഫോയിഡിന് കാരണമായിട്ടുള്ളതാണ്. പ്ലാസ്മോഡിയം എന്തിനാണ്? മലമ്പനിക്ക് കാരണമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസമാണ് ചോദിച്ചിരിക്കുന്നത്. അത് പിത്തരസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഉമിനീറിൽ ഏതൊക്കെയുണ്ട്? നമുക്കറിയാം, സലൈവറി അമലേസും ഉണ്ട്, അതേപോലെ തന്നെ ലൈസോസൈമും ഉണ്ട്. ആഗ്നേയ രസത്തിലുള്ളത് ഏതൊക്കെയാണ്? പാൻക്രിയാറ്റ് അമലേസ് ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്, പാൻക്രിയാസ് ലിപ്പേസ് ഉണ്ട്. ആമാശയ രസത്തിൽ പെപ്സിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ചോദിച്ചാൽ അത് പിത്തരസമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബയോളജി ഇവിടെ തീർന്നിരിക്കുകയാണ്. 5 എക്സാംസ് ആയിട്ട് നടന്നിട്ടുള്ള അതിൽ ഏകദേശം ഒരു 42 ക്വസ്റ്റ്യൻസുമായിട്ട് ബയോളജി ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ എന്ത് നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്